പിടിക്കുന്നു. ആ സമയത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം അവനോട് പറയുന്നു, ഇസ്രായീലേ, എന്തൊരു വേദനയാണ് ഇസ്രായീൽ. ഇസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ, സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്, സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹ് പിടിക്കുമ്പോൾ വരെ വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്ന വേദനയാ തങ്ങൾക്കുള്ളത്. അതുവരെ തങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മുള്ളുകൾ നിറഞ്ഞ ഭാഗത്തിലൂടെ ഒരു തോർത്തുമുണ്ട്, ഒരു മുണ്ടിട്ട് വലിക്കുന്ന രൂപത്തിലല്ലേ നമ്മളെ റൂഹ് പിടിക്കുന്നത്. എത്ര വേദന കണ്ടറിയേണ്ടി വരും. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇസ്രായീൽ വേദനിക്കുന്നല്ലോ. ആ സമയത്ത് അതേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്രായീൽ പറഞ്ഞു, നബിയേ, ഒരുപാട് അമ്പിയാക്കളെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് നബിമാരെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്, പ്രസവിച്ച് വീണ പിഞ്ചു പൈതങ്ങളെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്റെ കൈ വിറച്ചിട്ടില്ല, എനിക്ക് സങ്കടം വന്നിട്ടില്ല. തങ്ങളെ റൂഹ് പിടിക്കുമ്പോ ഇസ്രായീലാകുന്ന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പവർ ഒന്ന് നോക്കൂ സഹോദരങ്ങളെ. റൂഹ് പിടിക്കുന്ന ഇസ്രായീലെങ്കിലും മരിച്ചു വീഴുമോ? ഇസ്രായീലിന് കൃപയില്ലാഞ്ഞിട്ടല്ലല്ലോ, അല്ലാഹുവിന്റെ ഡ്യൂട്ടി ചെയ്യുകയാ. അതുവരെ കൈവറക്കാത്ത പതറാത്ത ഇസ്രായീൽ തങ്ങളെ റൂഹ് പിടിക്കുമ്പോ പതറിപ്പോയി. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അതേ ശറഫാക്കപ്പെട്ട ശിരസ് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തങ്ങളെ അവിടുന്ന് എടുത്ത് മടിയിലേക്ക് തലവെക്കുന്നു. അതേ തങ്ങളുടെ ശരീരത്തിൽ നനഞ്ഞ തുണി കൊണ്ട് തോർത്തി കൊടുക്കുന്നു. ബീവി ആയിഷ ബീവി അടുത്തിരുന്ന് കരയുന്നുണ്ട്. ഫാത്തിമ ബീവി സങ്കടപ്പെടുന്നുണ്ട്. അടുത്തോട്ട് വിളിച്ചിട്ട് ഫാത്തിമ ബീവിന്റെ ചവിട്ടിൽ അവിടുത്തെ കാതിൽ തങ്ങളെന്തോ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവിന്റെ കരച്ചിലിൽ നിന്നും അല്പം ചിരി മുഖത്ത് വന്നു. എന്തേ പറഞ്ഞതെന്നറിയുമോ? മോളെ ഫാത്തിമ,